അങ്ങനെ വെയിൽസിലെ മീൻപിടുത്തത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യത്തെ ഭാഗം കാണാത്തവർക്ക് ഞാനിതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെയിൽസിൽ ഞങ്ങൾ മീൻപിടുത്തവും അത് കഴിഞ്ഞ് വെയിൽസിൻ്റെ കുറച്ച് ടൗൺ ഏരിയയിലൂടെ പോയിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേലിയേറ്റത്തിൻ്റെ ഏകദേശം 2 മണിക്കൂറെങ്കിലും മുമ്പ് എത്തിയാലാണ് മീനുണ്ടാവണമെന്നാണ് പറയണത്. പക്ഷേ ഞങ്ങളിവിടെ നിന്ന് എത്തിയപ്പോഴേക്കും ഏകദേശം വേലിയേറ്റത്തിൻ്റെ ഒരു ടൈം ആയായിരുന്നു. എന്നാലും കുറച്ചൊക്കെ മീൻ കിട്ടി തുടങ്ങി. ഇങ്ങനെ ഒരു തുരുത്തേൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ചൂണ്ടയിടുന്നത്. ഈ ഭാഗം കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ടാണ് ഇവിടെ മീൻ കിട്ടാൻ സാധ്യതയുള്ളതെന്നും വർഷങ്ങളായിട്ട് ഇവിടെ ആളുകൾ വന്ന് മീൻ പിടിക്കുന്ന ഒരു സ്ഥലമായി കൊണ്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടുമാണ് അവിടെ തന്നെ നിന്ന് ചൂണ്ടയിടാന്ന് വെച്ചത്. പിന്നെ കുറച്ച് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലമാട്ടോ. ഒരു പ്ലാറ്റ്ഫോം പോലെ ഒരു ഏരിയ ഉണ്ട് അവിടെ. പിന്നെ പ്ലാറ്റ്ഫോം കഴിയുമ്പോൾ തന്നെ നേരെ താഴേക്ക് നല്ല ഡീപ്പായിട്ട് കിടക്കുന്ന ഭാഗമായി കൊണ്ട് അവിടെ സേഫായിട്ട് നമുക്ക് ചൂണ്ടയിടും ചെയ്താൽ. ഇവിടേക്കാണ് അയില. ഇങ്ങനെ ഈ വീഡിയോ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേലിയിറക്കത്തിൻ്റെ ഇടയ്ക്ക് വെള്ളം ഇറങ്ങിപ്പോയിരുന്നൊരു ഭാഗമാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂറും കൊണ്ട് ഒരു 10 മീറ്ററോളം വെള്ളം ഇറങ്ങിപ്പോയി. ഇതാണ് ആദ്യം വെള്ളം കയറി നിന്നപ്പോഴത്തെ അവസ്ഥ ആ ഭാഗത്തെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കാണിക്കുന്ന ഭാഗം വെള്ളം ഇറങ്ങിപ്പോയൊരു ഭാഗമാണ്. 1.5 മണിക്കൂറിനിടയ്ക്ക് ഏകദേശം 10 മീറ്ററോളാണ് വെള്ളം ഇറങ്ങിപ്പോയേക്കണത്. കിട്ടി. ഒരെണ്ണം പോയോ? ഇല്ല, 2 ഉണ്ട്. കിട്ടി. ഏകദേശം വലുപ്പമുള്ള ഒരു അയിലേനാണ് കിട്ടിയേക്കണേ. ഏകദേശം ഞങ്ങൾക്കൊരു 3-4 കിലോ മീനോളം കിട്ടി. കിട്ടിയ മീനൊക്കെ ബക്കറ്റിലിട്ട് വെച്ചേക്കുന്നത് കാണുന്നത്. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ മീൻ പിടിക്കാനായിട്ട് ആ സ്ഥലത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ എവിടെയോ താമസിക്കുന്ന 2 പേരാണ്. വെയിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്ന 2 പേരും കൂടി ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അപ്പാപ്പൻ അവിടെ കിട്ടിയ മീനെ അവിടെ തന്നെ കട്ട് ചെയ്യുക കേട്ടോ. നമ്മളെടുക്കും പോലെ മീനിൻ്റെ മുള്ളും അതും ഇതൊന്നും എടുക്കുന്നൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുക്കുന്ന ഉള്ളി. അതിൻ്റെ മുള്ളങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഫ്ലഷ് മാത്രം എടുക്കും. ബാക്കി കടലിലേക്ക് എറിഞ്ഞ് കളയും. കുറച്ച് നേരം അത് നോക്കി നിന്നു. ഇവരുടെ ഒരു ഫിഷ് കട്ടിങ് രീതി ഇങ്ങനെയാണെന്ന് തോന്നുന്നു. മുള്ളും കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ജസ്റ്റ് ഫിഷ് ഫില്ലറ്റ്സ് ഉണ്ടാക്കാവുന്ന രീതിയിൽ. ഇങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും തിരമാലയുടെ ഫോഴ്സൊക്കെ കൂടി തുടങ്ങി കേട്ടോ. ഇനി നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ മീൻപിടുത്തം അവസാനിപ്പിക്കുവാണ്. അങ്ങനെ ഏകദേശം ഒരു ബക്കറ്റ് മീൻ കിട്ടി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെയിൽസിൻ്റെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളുടെ കാഴ്ചയും ഞങ്ങൾ യാത്ര ചെയ്ത് തന്ന വഴിയോര കാഴ്ചകളും ഒരു ചെറിയ ടൗൺ പോലുള്ള ഭാഗമുണ്ട് ബെൽനെക്കിൽ. ആ ഭാഗങ്ങളൊക്കെയാണ് ഇനിയുള്ള ഭാഗങ്ങളിൽ കാണുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ്, വളരെ മനോഹരമാണ് വെയിൽസ്. വലിയ ഗ്രാമങ്ങളും ചെറിയ ചെറിയ ഗ്രാമങ്ങളും വലിയ പുൽമൈതാനങ്ങളും അവിടുത്തെ ചെമ്മരിയാടുകളും എല്ലാമായിട്ട് എല്ലാവിധത്തിലുള്ള യൂറോപ്യൻ സ്റ്റൈലിലുള്ള കാഴ്ചകളുള്ള മനോഹരമായൊരു ഏരിയയാണ് വെയിൽസ്. ഗ്രാമപ്രദേശങ്ങളാണെങ്കിലും ഇവിടുത്തെ റോഡുകൾക്കൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. എന്നാൽ 40 മുതൽ 60 മൈൽ വരെ സ്പീഡിൽ സഞ്ചരിക്കാനുള്ള
സ്പീഡ് ലിമിറ്റ് കൺട്രോളുകളും കാര്യങ്ങളും ഉണ്ട് താനും. അതിനുള്ള തിരക്കുള്ളൂ ഈ റോഡുകളിലെല്ലാം. ശരിക്കും ഈ റോഡിന്റെ യഥാർത്ഥ ഭംഗി വീഡിയോയിലൂടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഭംഗിയൊന്നും ഈ വീഡിയോയിലില്ല കേട്ടോ. രണ്ട് സൈഡും ഫുൾ പച്ചപ്പ് വിരിച്ച മൈതാനങ്ങളും പുൽമേടുകളും അതിൽ മേഞ്ഞു നടക്കുന്ന ചെമ്മരിയാടുകളും പശുക്കളും എല്ലാം ആയിട്ട് ഭയങ്കര മനോഹരമായ ഒരു ഗ്രാമപ്രദേശത്തിലൂടെയാണ് ഞങ്ങൾ വെയിൽസിൻ്റെ വേറൊരു ടൗണിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇതുവരെ 60 മൈലായിരുന്നു സ്പീഡ് ലിമിറ്റ്. ഇവിടുന്ന് തൊട്ട് 40 മൈലാക്കിയൊക്കെയാണ്. കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകളും റോഡ് മാർക്കിങ്ങുകളും എല്ലാം തന്നെയുണ്ട്. ഏത് ഉൾപ്രദേശങ്ങളാണെങ്കിൽ പോലും എല്ലാം റോഡിൽ നല്ല കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ റോഡ് സൈഡുകളിൽ ഇവിടെ ഈ കാണുന്നതെല്ലാം ഫാമുകളാട്ടോ. വലിയ ഫാമുകൾ, പശു വളർത്തുന്നതുണ്ട്, ആട് വളർത്തുന്നതുണ്ട്. അങ്ങനെയുള്ള വലിയ ഫാമുകളും പ്രൈവറ്റ് ലാൻഡുകളാണ് ഇതെല്ലാം. ഇതൊക്കെ ഓരോ വ്യക്തികളുടെ കയ്യിലുള്ളതാണ്. ആ സൈഡിൽ കാണുന്നത് ചെമ്മരിയാടുകളാണ്. അപ്പോൾ ഇങ്ങനെ മേഞ്ഞു കിടക്കുന്ന പുൽമൈതാനങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അങ്ങനെ പുൽമൈതാനങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ബെൽനക്കിൻ്റെ ടൗൺ ഏരിയയിലേക്ക് കയറുന്നതിൻ്റെ ഒരു എൻട്രിയാണ് ഈ കാണുന്നത്. ഒരു ഗ്രീൻ ടണൽ, മനോഹരമായ റോഡും ചുറ്റും മൊത്തം മരങ്ങൾ കൊണ്ട് പച്ചപ്പ് വിരിച്ച സ്ഥലം. യുകെയിൽ വെയിൽസിൽ മാത്രം വേറൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ചില സ്ഥലങ്ങളിലെ മിനിമം സ്പീഡ് 20 മൈലാണ്. യുകെയിൽ ബാക്കി സ്ഥലങ്ങളിലൊക്കെ 30 മൈലാണ്. ഞങ്ങൾ വെയിൽസിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നഗരപ്രദേശത്തേക്ക് കയറിയിരിക്കുകയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ ബിൽഡിങ്ങുകൾക്കൊക്കെ. അതിപുരാതനമായ ഒരു നഗരമാണ്. ശരിക്കും വെയിൽസിൻ്റെ ഒരു കടൽ തീര ഗ്രാമപ്രദേശം വേറൊരു സ്റ്റൈലും കടൽ തീര നഗരപ്രദേശം മറ്റൊരു സ്റ്റൈലുമാണ്. ഇത് ശരിക്കും ഒരു കടൽ തീരത്ത് ഒരു ബീച്ച് സൈഡായിട്ടിരിക്കുന്ന ഒരു ചെറിയൊരു ടൗണാണിത്. പക്ഷെ ഭയങ്കര വൃത്തിയും അച്ചടക്കത്തോടെയും നല്ല അടുക്കും ചിട്ടയായിട്ടെല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു സിറ്റിയാണ്. നമുക്ക് ചുമ്മാ അതിലിറങ്ങി നടക്കാൻ തന്നെ തോന്നും. അത്രയ്ക്ക് ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് അവിടുത്തെ എല്ലാ ഏരിയയും പരിപാലിച്ചിരിക്കുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു ഞങ്ങൾ പോയതൊരു വീക്ക് ഡേയ്സിലാണ്. ഒരു വീക്ക് ഡേ ആയതുകൊണ്ട് ഒരു ഹോളിഡേയുടെ അത്ര തിരക്കും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ടൂറിസ്റ്റുകൾ വരുന്നതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളും ഉണ്ട്. കൂടുതലും ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് ഇവിടുത്തെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നത്. യൂറോപ്യൻസാണ് കൂടുതലായിട്ട് ഇവിടേക്ക് ടൂറിസ്റ്റുകളായി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആളുകളൊക്കെ ഇങ്ങനെ ഹോളിഡേ ടൈമിലാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഭയങ്കര അടുക്കും ചിട്ടയാണ്. എല്ലാം വഴിയിലുള്ള കാഴ്ചകൾ കാണാൻ തന്നെ മനോഹരമാണ്. ഈ സൈഡിൽ കാണുന്ന ഈ ബിൽഡിങ്ങുകളൊക്കെ ഏകദേശം 1700 കാലഘട്ടത്തിലൊക്കെ നിർമ്മിച്ചേക്കണമായിട്ടാണ് അവിടെ എഴുതി വെച്ചത്. 1700, 1800 കാലഘട്ടത്തിലൊക്കെ നിർമ്മിച്ച അതിപുരാതനമായ ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം. യൂറോപ്യൻ വാസ്തുശില്പ രീതിയിൽ മനോഹരമായിട്ട് നിർമ്മിച്ചു വെച്ചേക്കുന്നതിനെല്ലാം അവരതുപോലെ തന്നെ അവിടെ കാത്തു സൂക്ഷിച്ചേക്കാണ്. ഇവിടെ ഒരു പഴയ ഫോർട്ടൊക്കെ ഉണ്ട്. ഇന്ന് ഞങ്ങൾക്ക് അവിടെ കയറാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് നോക്കാൻ പോയില്ല. ഈ കാണുന്നതാണത്. അടുത്ത വരവിൽ നമുക്ക് അവിടെയെല്ലാം കയറി കാണാമെന്ന് കരുതുന്നു. ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് അതിൻ്റെ പരിസരത്തോടെ ഞങ്ങളിങ്ങനെ കാറുമായിട്ട് കറങ്ങി തിരിഞ്ഞിങ്ങ് പോരുവാണ് ചെയ്തത്. വഴിയിലെ കാഴ്ചകൾ തന്നെ കാണാൻ മനോഹരമാണ്. ഇങ്ങനെ ചുമ്മാ ഇതിലെ കാർ ഓടിച്ച് പോകാൻ തന്നെ അതിലും മനോഹരമായിരിക്കും അവിടെ എല്ലാം ഇറങ്ങി കാണാനും ആ പരിസര പ്രദേശങ്ങളൊക്കെ ഒന്ന് നടന്നു കാണാനായിട്ട്. അത് അടുത്ത വരവിലാക്കാമെന്ന് വെച്ചു. പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇവിടെ യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് ഡേയ്സിൽ എപ്പോഴും പ്രായമുള്ളവരായിരിക്കും ഇങ്ങനെ റോഡുകളിലൊക്കെ ഇറങ്ങി നടക്കുകയും അവരവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടേക്കുന്നത്. വീക്കെൻഡ്സിലായിരിക്കും കൂടുതലും യൂത്തും അങ്ങനെയുള്ള ആളുകളെ പുറത്ത് കണ്ടേക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ മിക്കവാറും ഒരു വർക്കിന് പോവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. വീക്ക് ഡേയ്സിൽ കൂടുതലും കണ്ടേക്കുന്നത് കുറച്ച് പ്രായമുള്ളവരെയും മുതിർന്നവരെയാണ്. അവരിങ്ങനെ വർത്തമാനം പറഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട്
പല സ്ഥലങ്ങളിലും കൂട്ടുകൂടിയിരുന്ന് പല കാര്യങ്ങളും പഴയകാല ഓർമ്മകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നതായിരിക്കാം ഒരു പക്ഷെ അവരവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യുവാണ് ഇവിടെ. ഏകദേശം ഒരു 3 മണിയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ് ഉണ്ടായത്. അപ്പോഴും തലയ്ക്ക് മുകളിൽ ഇങ്ങനെ സൂര്യൻ കത്തി നിൽക്കുകയാണ്. സമ്മറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 10 മണിക്കൊക്കെയാണ് ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നത്. രാവിലെ 4 മണിക്ക് ഉദിച്ച് രാത്രി 10 മണിക്ക് അസ്തമിക്കുന്ന ഒരു അവസ്ഥയുണ്ട് സമ്മറിൽ. ഇപ്പോൾ ഒരു 3-3:30 ഈ ടൈമിലെ അവസ്ഥയാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലൊരു 11 മണിയുടെ ലെവലിലേക്ക് സൂര്യൻ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് വലിയ ഇറക്ക സമയമായിരുന്നു ഞങ്ങൾ പോരുമ്പോഴേക്കും. ഞങ്ങളുടെ സൈഡിൽ കാണുന്നത് നിങ്ങൾക്ക് കാണാം, കടൽ ഇറങ്ങിപ്പോയേക്കുന്നതാണ്. അതൊരു ബീച്ച് സൈഡാണ്. വേലിയേറ്റ സമയത്തോ അല്ലാത്ത നോർമൽ ടൈമിലെല്ലാം ഇവിടെ കടലിൽ വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നൊരു ഭാഗമാണ്. വെയിൽസിൻ്റെ ചെറിയ ഗ്രാമപ്രദേശത്തോടും നഗരപ്രദേശത്തോടൊക്കെ യാത്ര പറഞ്ഞ് ഈ തവണത്തെ ട്രിപ്പ് മതിയാക്കി ഞങ്ങൾ തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൽ വരുന്ന വീഡിയോകളിൽ ഇഷ്ടപ്പെടുന്നതിലോ ഇനി തെറ്റുകളുണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്യുക.